ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും സമഗ്ര ശിക്ഷ കേരളയിലും ബ്ലോക്ക് പഞ്ചായത്തിലും കൂടാതെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ മൾട്ടി ടാസ്കിംഗ് ഓഫീസർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. കുറഞ്ഞത് 65% മാർക്കോടെയുള്ള ബിരുദവും DCAയും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ടൈപ്പിങ്ങുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ സർക്കാർ മേഖലയിൽ MTO ആയിട്ടുള്ള 5 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 2024 ജനുവരി 1-ന് 18-നും 41-നും മധ്യയാണ്. നിയമാനുസൃതമായി വയസ്സുള്ളവ് ലഭിക്കുന്നതായിരിക്കും. ശമ്പളം 21,175 രൂപയാണ് ലഭിക്കുക. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ ജൂലൈ 1-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ തൃശ്ശൂർ ജില്ലയിലുള്ള നീതി മെഡിക്കൽ വെയർഹൗസിലേക്കും നീതി മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ഫാർമസിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയാണ്. പ്രായപരിധി വരുന്നത് 35 വയസ്സ് താഴെയായിരിക്കണം. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂൺ 28-ന് രാവിലെ 11 മണി മുതൽ ആനക്കല്ല് അവളിശ്ശേരി PO പാലക്കൽ റോഡിലുള്ള റീജിയണൽ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡേറ്റയും സഹിതം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 29-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി സെക്രട്ടറി, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത്, നെടുങ്കണ്ടം 7 PO, നെടുങ്കണ്ടം എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. പ്രായപരിധി വരുന്നത് 2024 ജനുവരി 1-ന് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപേക്ഷകർ സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള ബിരുദവും ഒപ്പം 1 വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാസ്സായിരിക്കണം. യോഗ്യരായവർക്കുള്ള അഭിമുഖം ജൂലൈ 3-ന് രാവിലെ 11 മണിക്ക് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടത്തും. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ചേർത്തല ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ ഡെമോൺസ്ട്രേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. അപേക്ഷകൾ fca.11@gmail.com എന്ന വിലാസത്തിൽ നൽകണം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ 27 വൈകിട്ട് 4 മണി വരെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സമഗ്ര ശിക്ഷ കേരളം ജില്ലയിലെ വിവിധ BRCകളിൽ സ്പീച്ച് ഫിസിയോതെറാപ്പിസ്റ്റുകളെ നിയമിക്കുന്നുണ്ട്. യോഗ്യതയുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ ജൂൺ 30-നകം ssa@gmail.com-ലേക്ക് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ ഗാർഹിക അതിക്രമത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005 പ്രകാരം പ്രവർത്തിക്കുന്ന ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ സഹായിക്കുന്നതിനായുള്ള മെസഞ്ചർ തസ്തികയിൽ എറണാകുളം ജില്ലയിലുള്ള ഒഴിവിലേക്ക് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 25 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കാണ്. സമാന ജോലിയിൽ പ്രവൃത്തി പരിചയവും ജില്ലയിലുടനീളം യാത്ര ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം 2024 ജൂൺ 28-ന് രാവിലെ 10 മണിക്ക് വനിതാ ശിശു വികസന വകുപ്പ് കോൺഫറൻസ് ഹാളിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.